സജീറേ ഇങ്ങ് വാ, കാര്യം ചോദിക്കട്ടെ. ട്രംപിന്റെ ഗാസ ഉടമ്പടി ഉണ്ടല്ലോ, 20 പദ്ധതി എന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്നാ? അതായത് ഈ അമേരിക്ക അത് തുടക്കം മുതലേ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. പഴയ ഒരുപാട് കാലത്തെ ചരിത്രം പരിശോധിക്കണ്ട. അതായത് ഈ മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് ചോര പിടിക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പറയുന്നത്, അത് ഈ അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. അതായത് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ, ശക്തികളെയും വ്യക്തികളെയും നേതാക്കളെയും തകർക്കുക എന്നത് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു നിലപാടാണ്. അത് നമുക്ക് ഓരോ യുദ്ധങ്ങൾ വെച്ച്, ഇപ്പൊ ഇറാഖ് ഇറാൻ യുദ്ധം ഏകദേശം 8 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ഇറാഖ് ഇറാൻ ആക്രമിച്ച്, പക്ഷെ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന സമീപനം അമേരിക്ക സ്വീകരിച്ചു. ഇറാഖിനെ സഹായിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. കാരണം എതിർപക്ഷത്ത് ഇറാനാണ്. ഇറാൻ മുസ്ലിം വിപ്ലവം, ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം വിജയിച്ച് വന്നതിന് ശേഷം ആയത്തുള്ള ഖൊമൈനിയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക നേരത്തെ മുതലേ തന്നെ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇറാഖിനെ കൊണ്ട് ഇറാനെ അടുപ്പിക്കുന്നത്. അത് 8 വർഷത്തോളം നീണ്ടു നിന്നു ആ യുദ്ധം. 1 വർഷത്തിന് ശേഷം വീണ്ടും ഇറാഖ് കുവൈത്ത് യുദ്ധം നടന്നു. ഇറാഖ് കുവൈത്ത് യുദ്ധം നടന്നാൽ ചില, അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ പൂർണ്ണമായിട്ട് സാമ്പത്തികമായി ഇറാഖ് തകർന്ന്, അപ്പോൾ കുവൈത്തിന് കുറച്ച് പൈസ കൊടുക്കാണ്ട് ആ പൈസ കടം ചോദിച്ച് തിരിച്ചു കൊടുക്കാൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യഥാർത്ഥത്തിൽ കുവൈത്ത് യുദ്ധം. അങ്ങനെ ഗൾഫ് യുദ്ധം, അതിലേക്ക് പല മുസ്ലിം രാജ്യങ്ങളും തൊട്ടടുത്ത അയൽപക്ക രാജ്യങ്ങളിലും കുവൈത്തിന്റെ ഒപ്പം സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കുവൈത്തിനെ ഇറാഖ് പൂർണ്ണമായി കീഴടക്കി. കുവൈത്ത് എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്. പക്ഷെ അമേരിക്കയുടെയും സൗദി ഉൾപ്പെടെയുള്ള സഖ്യ കക്ഷികൾ കനത്ത വ്യോമാക്രമണം നടത്തി, കുവൈത്തിൽ കരയുദ്ധം നടത്തി ഇറാഖിനെ പൂർണ്ണമായി കുവൈത്തിൽ നിന്ന് നാടുകടത്തുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ പരാജയം. അപ്പൊ അങ്ങനെ ഓരോന്ന് നോക്കിയാൽ ആദ്യം യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അമേരിക്ക, അത് അവസാനിപ്പിക്കുന്നതും അമേരിക്ക. അതോടുകൂടി 2 രാജ്യങ്ങളും തകർന്നിട്ടുണ്ട്. അതായത് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു വൻ രാഷ്ട്രീയ ശക്തി ഉയർന്നു വരുമ്പോൾ സദ്ദാം ഹുസൈന് തകർന്നു, ഇറാഖ് തകർന്നു, അപ്പുറത്ത് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ വന്ന ഇറാനും തകർന്നു. അപ്പൊ അത് ആ യുദ്ധം. അതോടൊപ്പം തന്നെ നേരത്തെ യുദ്ധം നമുക്കറിയാം, താലിബാനെ പിന്തുണച്ചതും സോവിയറ്റ് റഷ്യക്കെതിരെ, പിന്നെ താലിബാനെതിരെ അമേരിക്ക തിരിച്ചതും എല്ലാം യഥാർത്ഥത്തിൽ. ഇപ്പം ഏറ്റവും അവസാനം ഇന്ത്യ പാക് യുദ്ധം നടന്നു. അപ്പൊ സിന്ധൂർ. അപ്പൊ എപ്പോഴും ഇന്ത്യ പേടി ആയിരിക്കും ഉണ്ടാവണം, പാകിസ്ഥാൻ ഉണ്ടാവണം. അപ്പൊ ആ ഇന്ത്യ പേടി പാകിസ്ഥാനിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അമേരിക്കന്റെ ഭാഗത്തുനിന്ന് ആയുധ കച്ചവടം നടക്കൂ. അപ്പോൾ ഇന്ത്യ പേടി നിലനിർത്തിക്കൊണ്ട് അമേരിക്കക്ക് ഒരുപാട് ആയുധങ്ങൾ വിൽക്കണം. അതുപോലെ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാൻ പേടി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ത്യക്കും ആയുധങ്ങൾ വിൽക്കും. യഥാർത്ഥത്തിൽ അപ്പുറത്തും വിൽക്കും, ഇപ്പുറത്തും വിൽക്കും. ആയുധ കച്ചവടമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനിയും യുദ്ധം തുടങ്ങി അത് അവസാനിപ്പിക്കുന്നതും അമേരിക്കന്റെ ഇടപെടലാണ്. ട്രംപ് ഇപ്പൊ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായി. ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കൂല. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ ഇറാന്റെ അകത്ത് അമേരിക്ക തന്നെ നേരിട്ട് ബോംബർ വിമാനം ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തി ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി അമേരിക്ക സ്വീകരിച്ചു. ഒരേ ഭാഗത്ത് ഇസ്രായേലിനെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ആ യുദ്ധം നിർത്താൻ വേണ്ടി ഇടപെടുകയും ചെയ്യാം. അതായത് നമ്മള് തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇരയോടൊപ്പം കിതക്കുകയും ചെയ്യാന്ന് പറയുന്നത് അതാണ് അമേരിക്കന്റെ നിലപാട്. അത് എക്കാലത്തും ഉയർന്നു വരാൻ, രാഷ്ട്രീയമായും ആയുധശക്തിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള നേതാക്കളെയും രാഷ്ട്രങ്ങളെയും, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളെയും ആ ഉയർത്തെഴുന്നേൽപ്പ് പൂർണ്ണമായും എക്കാലത്തും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു നിലപാട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ അവസാനം ഖത്തറിനെ ആക്രമിച്ചു ഇസ്രായേൽ. അമേരിക്കന്റെ ഏറ്റവും സൈനിക താവളമുള്ള സ്ഥലമാണ് ഖത്തർ. ഖത്തറിനെ ആക്രമിക്കുന്ന അമേരിക്ക അറിയാതെ ഇസ്രായേലിൽ അനങ്ങൂല. ഖത്തറിനെ പ്രത്യേകിച്ച് ഖത്തറിൽ ആക്രമണം നടത്തൂല. പക്ഷെ ആക്രമണം നടത്തിയതിനു ശേഷം ഖത്തറുമായിട്ട് ചേർന്നിട്ട് ഉടമ്പടി ഉണ്ടാക്കിയതും ആരാന്ന്?
അമേരിക്കയാണ്. അപ്പൊ അതുപോലെ ഒരു ഉടമ്പടിയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഗാസയിലും 20 പദ്ധതി. അതായത് ടോണി ബ്ലെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പാശ്ചാത്യ സംസ്കാരം പലസ്തീനികളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംസ്കാരം തകർക്കുക. സാംസ്കാരികമായി തകർത്തു കഴിഞ്ഞാൽ ഈ മൂല്യങ്ങൾ നിൽക്കും, ജിഹാദ് നിൽക്കും, പോരാട്ടം നിൽക്കും. അപ്പൊ മുസ്ലിങ്ങളെ സാംസ്കാരികമായി ആദ്യം തകർക്കണം. അതേ കാലത്ത് ജൂതന്മാരെല്ലാം സ്വീകരിച്ച നിലപാടാണ്. അപ്പൊ അതിനെ കൊണ്ടാണ് ടോണി ബ്ലെയറിനെ കൊണ്ടുവന്ന് പിന്നെ അത്തരം ഒരു പാശ്ചാത്യ സംസ്കാരം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. പക്ഷെ ഹമാസ് അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ഈ 20 പദ്ധതികളിൽ ഒറ്റ കാര്യത്തിനോട് മാത്രമേ പിന്നെ കാര്യമായി പ്രതികരിച്ചിട്ടുള്ളൂ. ബന്ദികൾ അത് ആദ്യം മുതലേ ഹമാസ് പറയുന്നതാണ്. ചർച്ച നടക്കുന്ന കാലഘട്ടം മുതൽ തന്നെ യുദ്ധം നിർത്തുകയാണെങ്കിൽ ബന്ദികളെ വിട്ടേക്കാം എന്നൊരു നിലപാട് ഹമാസ് അന്നേ സ്വീകരിക്കുന്നുണ്ട്. അതിപ്പോ പുതിയതായി സ്വീകരിക്കുന്നില്ല. ബാക്കി ഒന്നിന്റെ മേലെയും തീരുമാനമായിട്ടില്ല. ബാക്കി കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഭീഷണിപ്പെടുത്തുന്ന ഇണ്ടാസൊന്നും ഇവിടെ വേണ്ട, അതാണ് ഹമാസ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. പിന്നെ ഹമാസ് പൊളിറ്റിക്കലായി കുറച്ചും കൂടി മൈലേജ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി കൂടി എടുത്ത്, അതായത് ഈ ടോണി ബ്ലെയറെ കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ആഗോള അറബ് പ്രാതിനിധ്യം ഉള്ള ഒരു സർക്കാരായിരിക്കണം. പലസ്തീനിന് കൂടി അറബ് മുസ്ലിം പ്രാതിനിധ്യമുള്ള പലസ്തീനികൾക്ക് കൂടി സമ്മതമാകുന്ന ഒരു സർക്കാരായിരിക്കണം, ഒരു ഗവേണിംഗ് ബോഡി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് പലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീനികളെ മാത്രം പ്രശ്നമല്ല, അത് ആഗോള മുസ്ലിങ്ങളെ പ്രശ്നമാണ്. അപ്പോൾ ആഗോള മുസ്ലിങ്ങളെ കൂടി ഇതിന്റെ ഭാഗവാക്കാക്കി മാറ്റുക എന്നതാണ് പുതിയ സ്ട്രാറ്റജി. യഥാർത്ഥത്തിൽ ആഗോള മുസ്ലിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. അതായത് ഈ ഉടമ്പടി വെക്കുന്നതോടുകൂടി ആഗോള മുസ്ലിങ്ങൾക്ക് ഫലസ്തീന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടി, അതിന് മറുപടി പറയേണ്ടി വരും, ഉത്തരവാദിത്വം കൂടി. അപ്പൊ യഥാർത്ഥത്തിൽ ആഗോള മുസ്ലിം പ്രശ്നമാണ് ഫലസ്തീൻ. അപ്പൊ ആ ഒരു അർത്ഥത്തിലേക്കാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് ഹമാസ് ഈ കരാറിനെ കൊണ്ടുപോയത്. ബാക്കി നിരായുധീകരണത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം നിരായുധീകരണം ഹമാസ് ഒരിക്കലും സമ്മതിക്കാൻ സാധ്യതയുള്ള ഹമാസ് ഇല്ലാതെ, പ്രത്യേകിച്ചിട്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസ് പിന്നെ മോചിപ്പിക്കുന്നത് വരെ നടക്കേണ്ട പോരാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഉടമ്പടി കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം ഹമാസിന്റെ രാഷ്ട്രീയമായി മേൽക്കോയ്മ കിട്ടുന്ന ഒരു മാറ്റിക്കൊണ്ടുവരികയാണ്. ഓക്കെ, താങ്ക് യു.